Inviting Mr. Raju Apsara, വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് അദ്ദേഹം. ഒരുപാട് സ്നേഹത്തോടെ മിസ്റ്റർ രാജു അപ്സരയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന AR റഹ്മാൻ സാറിനെ പോലെയുള്ള എൻ്റെ പ്രിയ സഹോദരൻ റസൂൽ പൂക്കുട്ടി അടക്കം നമ്മുടെ മലയാളത്തിൻ്റെ നമുക്കൊരോരുത്തർക്കും പൃഥ്വിരാജ് എപ്പോഴും അത്ഭുതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അദ്ദേഹത്തോട് പത്രക്കാരൊരു ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം നൽകുന്ന മറുപടി അത് മലയാളികളെ സംബന്ധിച്ച് അഭിമാനം ഉളവാക്കുന്നതാണ്. ഓരോ വാക്കും. സുകുമാരൻ സാർ വിത്ത് ഗുണം 10 ഗുണം എന്ന് കേട്ടിട്ടുണ്ട്. ഇത് ശരിക്കും വിത്ത് ഗുണം 100 ഗുണം എന്ന് പറയേണ്ടി വരും. എന്തായാലും അവിടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ രാജ്യത്തെ വ്യാപാരികൾ, വ്യവസായികൾ, സിനിമ ഒരു വ്യവസായമാണ്. സിനിമാ ലോകം നിലനിൽക്കുന്നത് സത്യത്തിൽ വൻകിട 4-5 കോർപ്പറേറ്റുകളെ കൊണ്ടല്ല, മറിച്ച് രാജ്യത്ത് വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരും ഇടത്തരക്കാരും വരുന്ന ജനവിഭാഗങ്ങളാണ്. അവരാണ് സിനിമാ ലോകത്തെ പിടിച്ചു നിർത്തുന്നത്. അവർക്കാണ് സിനിമ ആവശ്യം. മറ്റവർക്ക് പല പല മാതിരിയുള്ള സംവിധാനങ്ങളുണ്ട്. ഈ സിനിമാ വ്യവസായം നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യത്തെ വ്യാപാര മേഖല നിലനിൽക്കണം, വ്യവസായ മേഖല നിലനിൽക്കണം, സാധാരണക്കാരും ഇടത്തരക്കാരും നിലനിൽക്കണം. നമുക്കറിയാം, ഇന്ന് സ്വർണ്ണ വ്യാപാര മേഖലയിൽ 10,000-കണക്കിന് സ്വർണ്ണത്തൊഴിലാളികളടക്കം, പരമ്പരാഗതമായ കച്ചവടക്കാരടക്കം, അതുപോലെ മറ്റു മേഖലകളിലെ ചെറുകിട വ്യാപാരികളടക്കം വളരെ ബുദ്ധിമുട്ടിലാണ്. നമുക്കറിയാം, കുറേ മൻമോഹൻ സിംഗിൻ്റെ ഉദാരവൽക്കരണത്തോടു കൂടി കോർപ്പറേറ്റ്വൽക്കരണം വളരെ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. അതൊരു പരിധിവരെ നമ്മുടെ സിനിമാ ലോകത്തെയും ബാധിച്ചിട്ടുണ്ട്. അപ്പം വളരെ ബുദ്ധിമുട്ടിലേക്കാണ് നമ്മുടെ രാഷ്ട്രം മുന്നോട്ട് നീങ്ങുന്നത്. അതിന് മാറ്റം വരുത്തുവാൻ നമുക്കറിയാം, ഒരു വൻകിട കോർപ്പറേറ്റ് സ്ഥാപനത്തിന് 5 കിലോ അല്ലെങ്കിൽ 10 കിലോ എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരക്കണക്കിന് വ്യാപാരികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് 17.5 കിലോ സ്വർണവും 115 കോടി രൂപയുടെ സമ്മാനവും, അതുമാത്രമല്ല 10,000 രൂപയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ 400 രൂപ അതിൻ്റെ നമ്മുടെ മൊബൈലിലേക്ക് വരികയും അതനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പം നാട്ടുകാർക്ക് മുഴുവൻ ഗുണകരമാകുന്ന, അതുപോലെ തന്നെ ഗവൺമെൻറ്റിക്ക്, നമുക്കറിയാം നമ്മുടെ സർക്കാരിനെ നിലനിർത്തേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. ഇന്ന് അനധികൃത മേഖലയിൽ സ്വർണ്ണ വ്യാപാരം അടക്കം നടക്കുന്നു. ഇതിൻ്റെ പ്രത്യേകത, ഈ ആപ്പിൻ്റെ പ്രത്യേകത തീർച്ചയായും GST സർക്കാരിലേക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഔദ്യോഗിക തരത്തിൽ നടക്കുന്ന വ്യാപാരം അതിൻ്റെ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് വരും, കള്ളത്തരം ബിസിനസ് അവസാനിക്കും, സിനിമാ ലോകത്തിനടക്കം ഗുണമുണ്ടാകുന്ന, നാടിനെ മൊത്തത്തിൽ പ്രയോജനം ചെയ്യുന്ന ഒരു സംവിധാനവുമായിട്ടാണ് ആൽക്കാര ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻ്റ് അസോസിയേഷൻ ശ്രീ ജസ്റ്റിൻ പാരത്തറയുടെ നേതൃത്വത്തിൽ, ശ്രീ ബൊയ്തുവിൻ്റെ നേതൃത്വത്തിൽ അടക്കം ഇവിടെ നടപ്പാക്കുന്ന ഇന്നത്തെ പദ്ധതി എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി പ്രഖ്യാപിക്കും. ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൻ്റെ വേളയിലേക്ക് നമുക്കറിയാം, അതൊരു സോഫ്റ്റ് ലോഞ്ച് സെറമണി കൂടെയാണ്. സോ വി ഹാവ് ദ റിമോട്ട്. പക്ഷേ ഇവരിലേക്ക് കംപ്ലീറ്റ് ആവാനായിട്ട് ഒരാൾ കൂടെ വേണം. അതെ അതെ അതെ, നമുക്ക് അഭിമാനിക്കാം. കൊച്ചിക്കാരെന്ന രീതിയിൽ നമുക്ക് അഭിമാനിക്കാൻ വകയുള്ളൊരു ആളുണ്ട് നമുക്ക്, നമ്മുടെ മേയർ. അതെ, നമ്മുടെ സ്വന്തം മേയർ അനിൽകുമാർ സാറിനെ ഒരുപാട് സ്നേഹത്തോടു കൂടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാരണം കൊച്ചി എന്ന് പറയുമ്പോൾ തന്നെ വി നോ അബൌട്ട് ദ ഡെവലപ്മെന്റ്സ് ദാറ്റ് ടേക്ക് പ്ലേസ് ഹിയർ എവറി ഡേ. അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ മേയർ അനിൽകുമാർ സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. യെസ്, സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഒലോപ്പോ ആപ്പിന്റെ സോഫ്റ്റ് ലോഞ്ച് ആണ് നമ്മുടെ ഇത്രയും ഡിഗ്നിറ്ററീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസിൽ ഒലോപ്പോ ആപ്പിന്റെ ലോഞ്ചിങ് സെറമണിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോഫ്റ്റ് ലോഞ്ച് സർ, ഓവർ ടു യു. And ladies and gentlemen, there we have Oloppo app. ഒരു വലിയ കയ്യടി കൊടുക്കാം. ഗ്രാൻഡ് കേരള കൺസ്യൂമർ ഫെസ്റ്റിവൽ 2024